ഹലോ ഡിയേഴ്സ്, വെൽക്കം ടു ലൈഫ് മോട്ടീവ്. ഞാനിന്ന് വന്നിട്ടുള്ളത് പുതിയൊരു ടോപ്പിക്കുമായിട്ടാണ്. നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ഓരോ ദിവസവും ഇങ്ങനെ പൊയ്ക്കൊണ്ടേയിരിക്കുന്നു. ഓരോ പിറന്നാളുകളും നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ആയുസ്സിൻ്റെ വലിപ്പം കുറയുന്നു എന്നാണ്. ഈ കുറഞ്ഞ ആയുസ്സിനുള്ളിൽ ബെറ്റർ ലൈഫ് എങ്ങനെ നമുക്ക് ജീവിക്കാം, മെച്ചപ്പെട്ട ജീവിതം എങ്ങനെ സ്വന്തമാക്കാം എന്ന് നോക്കാം. ജീവിതം മെച്ചപ്പെടുത്താനുള്ള കുറച്ച് കാര്യങ്ങൾ അല്ലെങ്കിൽ വഴികളാണ് ഞാനിന്നിവിടെ പറയുന്നത്. നമ്മുടെ മനസ്സിനെ എങ്ങനെ പോസിറ്റീവാക്കാം, അതിനായി നമുക്ക് ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ തയ്യാറാക്കാം. ജീവിതത്തിൽ നമുക്ക് കിട്ടിയ ഓരോ അനുഗ്രഹങ്ങൾക്കും നന്ദിയുള്ളവരായിരിക്കുക. ഗ്രാറ്റിറ്റ്യൂഡ് ജേണൽ ഡെയിലി എഴുതാവുന്നതാണ്. അതുപോലെ തന്നെ ഏതൊരു കാര്യം കേൾക്കുമ്പോഴും പെട്ടെന്ന് എടുത്തു ചാടി ഉത്തരം നൽകാതെ ഒന്ന് ആലോചിച്ച ശേഷം മറുപടി പറയുക. അടുത്തത്, നാം മറ്റുള്ളവരെക്കുറിച്ച് കുറ്റം പറയുന്നത് നിർത്തലാക്കുക. നെഗറ്റീവ്സ് കാര്യങ്ങൾ ചിന്തിക്കാതിരിക്കുക. മറ്റുള്ളവരെക്കുറിച്ച് നാം കുറ്റം പറയുന്ന സമയത്ത് നമ്മുടെ കുറ്റങ്ങളും മറ്റുള്ളവരും പറയും ഉള്ളൊരു ബോധ്യം നമുക്ക് ഉണ്ടായിരിക്കുക. അതൊരു ബാഡ് ഇമേജാണ്, ബാഡ് ഹാബിറ്റാണ്. നമ്മുടെ കൺട്രോളിലുള്ള കാര്യങ്ങൾ മാത്രം ചെയ്യുക, പ്രവർത്തിക്കുക. നമ്മുടെ കൺട്രോളിലല്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാനോ പ്രവർത്തിക്കാനോ പോയി നമ്മുടെ സമയം വേസ്റ്റ് ചെയ്യാതിരിക്കുക. നമ്മുടെ ബന്ധങ്ങൾ ബെറ്ററായിട്ട് എങ്ങനെ നമുക്ക് നിലനിർത്താം? ബെറ്ററാക്കാനായി മറ്റുള്ളവർ പറയുന്ന കാര്യങ്ങൾ നമുക്ക് കേൾക്കാം. ഒരു കേൾവിക്കാരനാവുക. മറ്റുള്ളവരുടെ കാര്യങ്ങൾ നമ്മൾ കേൾക്കാനായിട്ട് സമയം കണ്ടെത്തുക. നമുക്ക് പറ്റില്ല എന്നുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. നോ പറയേണ്ട സ്ഥലത്ത് നോ പറയുക. നമ്മുടെ ചുറ്റുമുള്ള ആൾക്കാരെ പ്രോത്സാഹിപ്പിക്കുക. നല്ല കാര്യങ്ങൾ ചെയ്തവരെ നന്നായി തന്നെ പ്രോത്സാഹിപ്പിക്കുക. നമുക്കും അതുവഴി പ്രോത്സാഹനം കിട്ടുന്നു. നമ്മുടെ പോസിറ്റീവ്സ് പറയുന്ന ആളുകളെ നമ്മളെ കൂടെ നിർത്തുക. അവരുമായി റിലേഷനിലാവുക. നെഗറ്റീവ് പറയുന്നവരെ ഒഴിവാക്കുക. നെഗറ്റീവ്സ് ഉള്ള ആൾക്കാർ നമ്മുടെ റിലേഷൻ ടോക്സിക് ആവാനുള്ള ചാൻസ് ഉണ്ട്. അതുപോലെ തന്നെ നല്ല സംഭാഷണം ഉണ്ടാക്കാൻ ശ്രമിക്കുക. എല്ലാവരോടും തന്നെ നല്ല സംഭാഷണത്തിൽ പെരുമാറുക. നല്ല രീതിയിൽ സംസാരിക്കുക. എപ്പോഴും എക്സസൈസൊക്കെ ചെയ്യാൻ ശ്രദ്ധിക്കുക. കുറച്ച് സമയമാണെങ്കിൽ പുറത്തേക്കൊക്കെ ഒന്ന് നടക്കുക. അതുപോലെ തന്നെ പ്രകൃതിയുമായി ഒന്ന് ഇണങ്ങി ജീവിക്കാൻ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ഹൈഡ്രേഷൻ അഥവാ വെള്ളം കുടിക്കുക എന്നത്. വെള്ളം കുടിക്കുന്നത് വഴി നമുക്ക് ഒരുപാട് ഗുണങ്ങൾ ഉണ്ട്. അപ്പോൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമ്മുടെ ലൈഫ് കൂടുതൽ മെച്ചമാകാൻ സാധിക്കുന്നു. എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.